ഹായ് ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് റേഷൻ പച്ചരി വെച്ചിട്ട് നല്ല സോഫ്റ്റായിട്ട് ഇഡ്ഡലിയും ദോശയും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാവ് എങ്ങനെ നമ്മൾ അരച്ച് വെക്കാമെന്ന് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണേ. അപ്പോൾ എല്ലാവരും പറയും റേഷൻ പച്ചരി കൊണ്ട് അരയ്ക്കുമ്പോൾ ഇഡ്ഡലി സോഫ്റ്റ് ആവാറില്ല, ദോശ കറക്റ്റായിട്ട് ശരിയാവാറില്ല, ചിലർക്കൊക്കെ ദോശ റെഡിയാവും പക്ഷേ ഇഡ്ഡലി റെഡി ആവാറില്ല എന്ന്. ഞാനെങ്ങനെ അരച്ച് വെക്കണേ എന്നുള്ള രീതിയാണ് കേട്ടോ നിങ്ങളോട് ഷെയർ ചെയ്യണേ. ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കോ, എന്തായാലും ഇഡ്ഡലിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 4 ഗ്ലാസ്സാണ് ഞാൻ എടുക്കണത്. അത് ഒരു 250 ml കണക്കാക്കി 4 ഗ്ലാസ് പച്ചരി, ആ അതേ ഗ്ലാസ്സിന് തന്നെ അര ഗ്ലാസ് ഉഴുന്ന്, 2 സ്പൂൺ ഉലുവ, ഇതെല്ലാം കൂടെ ഒരുമിച്ച് തന്നെ ഇട്ടിട്ടാണ് ഞാൻ കഴുകി സോക്ക് ചെയ്യാൻ വെക്കണത്. പിന്നെ ശ്രദ്ധിക്കണ ഒരു കാര്യം എന്ന് വെച്ചാൽ രാവിലെ അരി കുതിർക്കാനായിട്ട് വയ്ക്കും, ഒരു 5 മണിക്കൂർ കുതിർക്കും. ശേഷം ഉച്ചയ്ക്കാണ് ഞാൻ അരച്ച് വെക്കണത്. അപ്പോൾ ഉച്ചയ്ക്ക് അരച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കൂടുതൽ സമയം നന്നായിട്ട് പൊങ്ങി വരാനായിട്ട് കിട്ടുമല്ലോ. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ എപ്പോഴും എൻ്റെ മാവ് കറക്റ്റായിട്ട് കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് കുറച്ചായിട്ട് മിക്സിയുടെ വലിയ ജാറിലിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ ഒരുപാട് വെള്ളം കൂടാതെ നോക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചാൽ മതി. ആ കുതിരാൻ വെച്ച വെള്ളം തന്നെ ഒഴിച്ച് അരച്ചെടുത്താൽ മതി. ശേഷം 120 ml കണക്കാക്കിയിട്ട് 2 കപ്പ് ചോറ് അതും കൂടെ അരച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് ഒരു 6-7 മിനിറ്റ് നമ്മുടെ കൈ വെച്ചിട്ട് നല്ലതുപോലെ ഈ മാവ് മിക്സ് ചെയ്ത് കൊടുക്കണം. കുഴച്ച് മിക്സ് ചെയ്ത് കൊടുക്കണം. അതെന്തായാലും ചെയ്യണം കേട്ടോ. അത് ചെയ്യുമ്പോഴാണ് മാവ് എല്ലായിടത്തും ഒരുപോലെ ഉഴുന്നും ചോറും അരിയും ഉലുവയും ഒക്കെയും കൂടെ മിക്സ് ആവുകയും ചെയ്യും. മാവ് നല്ലതുപോലെ ഫെർമെൻ്റ് ആവുകയും ചെയ്യും. ഞാൻ 2 പാത്രത്തിലായിട്ട് വെച്ചേക്കണമെന്ന് വെച്ചാൽ പൊങ്ങി പുറത്തേക്ക് ചാടി വരാതിരിക്കാനും ഫ്രിഡ്ജിൽ വെക്കാൻ എളുപ്പത്തിനും കേട്ടോ. അപ്പോൾ ഒരെണ്ണം ഇഡ്ഡലിക്കും ഒരെണ്ണം ദോശയ്ക്കും ഒരു 2-3 ദിവസത്തേക്കുള്ള മാവാണ് ഇപ്പോൾ ഈ 4 ഗ്ലാസ് അരിക്ക്. ഞങ്ങൾക്കടെ കണക്കാട്ടോ. ദേ രാവിലെ ആയപ്പോഴത്തേനും നല്ലതുപോലെ മാവ് നല്ല പൊങ്ങി സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ദെൻ പാകത്തിന് ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇഡ്ഡലിയാണ് കേട്ടോ ആദ്യത്തെ ദിവസം ഉണ്ടാക്കിയത്. അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ഒരു ടിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കാതിരിക്കാൻ ഞാൻ ആദ്യം ഒന്ന് മാവൊന്നും ഒഴിക്കാതെ വെറുതെ ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ശരിക്കും ഇഡ്ഡലി തട്ടൊന്ന് ചൂടാക്കിയെടുക്കും. അതിനുശേഷം ഏതെങ്കിലും ഒരു ഓയിൽ നന്നായിട്ട് ഗ്രീസ് ചെയ്തിട്ടാണ് ഇഡ്ഡലിയുടെ മാവ് കോരി ഒഴിക്കണത്. അപ്പോൾ നെയ്യാണ് കേട്ടോ ഞാൻ തേച്ചേക്കണത്. എന്നിട്ട് കോരി ഒഴിച്ച് ആവിയായിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് നല്ല പൊങ്ങി വരും കേട്ടോ. നന്നായിട്ട് ശരിക്കും നല്ല സോഫ്റ്റായിട്ട് പൊങ്ങി വരും കണ്ടോ. ഇഡ്ഡലി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. സാമ്പാറും ചട്നിയൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. എല്ലാവരും തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യം കേട്ടോ. ഇഡ്ഡലിയാണ് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ മരം പോലെ ഇരിക്കും. നമ്മൾ കഴിക്കാനായിട്ട് വന്നിരിക്കുമ്പോൾ ഇഡ്ഡലി ഒരു സോഫ്റ്റ് ഇല്ല, മരം പോലെ ഇരിക്കും, ഇഡ്ഡലി റെഡി ആവണില്ല. അപ്പോൾ ഇഡ്ഡലി അരിയും കൊണ്ടാണ് ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആവുള്ളൂ എന്ന് ഞാൻ എപ്പോഴൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ ഈ റേഷൻ പച്ചരിയും കൊണ്ടാട്ടോ മാവ് റെഡിയാക്കണേ. എപ്പോഴും നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ നല്ല സോഫ്റ്റാണ്, നല്ല ഞെക്കുമ്പോൾ നല്ല പഞ്ഞി പോലെ സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലി കേട്ടോ. അതുപോലെ തന്നെ ദോശയോ മസാല ദോശയോ നെയ് റോസ്റ്റോ എല്ലാം ഈ മാവും കൊണ്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ. മസാല ദോശ ഉണ്ടാക്കുന്നത് ദോശ ഇത് ചെയ്യണതും കാണിക്കുന്നുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയും കിട്ടും, അതുപോലെ തട്ട് ദോശയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയും കിട്ടും കേട്ടോ. അപ്പോൾ ഇനി റേഷൻ പച്ചരി കൊണ്ട് മാവ് റെഡി ആയിട്ടില്ല എന്ന് ഉള്ളവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയാൽ ഉറപ്പായിട്ട് ശരിയാവും, നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. ഒന്ന് രാവിലെ ഒന്ന് കുതിരാൻ വയ്ക്കുക, വൈകുന്നേരം അത്തേക്ക് അരയ്ക്കാൻ നിൽക്കേണ്ട, ഒരു ഉച്ചയാകുമ്പോൾ അങ്ങ് അരച്ച് വെച്ചാൽ മതി. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണും വരേക്കും ബായ്.